പോർട്സ്മൗത്തിന്റെ ഒരു ക്രൈം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഏഷ്യൻസും എല്ലാവരും കുറവാണ്. മറ്റു ഇപ്പോൾ ബർമിംഗം ആയാലും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ, ലിവർപൂളൊക്കെ നോക്കുന്ന പോലെ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ബ്രിട്ടീഷുകാരെ കാണാൻ പറ്റും. മലയാളികൾ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ ഇതിന്റെ റെന്റും കാര്യങ്ങളും നമ്മൾ അറിയാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വീട് കാണാം. വീടിനെ പറ്റി നമുക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് റെന്റിന് കിട്ടിയത്, ഏതായിരുന്നു ഇതിന്റെ സൈറ്റ്? ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പോൾസ്മൗത്തിലാണ്. വാറിംഗ്ടണിൽ നിന്ന് ഏകദേശം 4.5 മണിക്കൂർ യാത്ര ചെയ്ത്, അതായത് 236 മൈൽ യാത്ര ചെയ്ത് നമ്മൾ പോൾസ്മൗത്തിൻ്റെ ഫുൾ വീഡിയോ എടുക്കുക വന്നേക്കുവാണ്. അപ്പോൾ പോൾസ്മൗത്തിൽ എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി LKG പോലെ എൻ്റെ ഒപ്പം ഒന്നിച്ച് പഠിച്ച ജാസ്മാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ജാസ്മ, പോൾസ്മൗത്തിനെ പറ്റി 2 വാക്ക്. പോർട്സ്മൗത്ത് ലണ്ടനിൽ നിന്നൊരു 1.5-2 മണിക്കൂർ സമയം എടുക്കും പോർട്സ്മൗത്ത് എത്താൻ. അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബീച്ചാണ് മെയിനായിട്ട്. ബീച്ചുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ തൊട്ടടുത്ത് നമുക്ക് ഐൽ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഐലൻഡ് വരുന്നുണ്ട്. അതെല്ലാം ഇന്ന് നമ്മൾ പോയി കാണാൻ പോകും. പിന്നെ ഇവിടെ എങ്ങനെയാണ് ജാസ്മിൻ, നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി ഇടാം, അതിനൊക്കെ എക്സ്ട്രാ ഫീസ് കൊടുക്കണ്ടോ? നീ അതെല്ലാം UK പൊതുവെ ഉള്ള പോലെ തന്നെ നമ്മൾ പാർക്കിംഗ് പെർമിറ്റ് ഒരു കൊല്ലത്തേക്ക് എടുക്കും. ഒരു കൊല്ലത്തേക്ക് 30 പൗണ്ട്. കൊല്ലത്തേക്ക് 30 പൗണ്ടുള്ളൂ. ആദ്യ കാറിന് 30 പൗണ്ട്. രണ്ടാമത് അതായത് നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ടെൻഡൻസിയിലാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വണ്ടിക്ക് 30 പൗണ്ടും രണ്ടാമത്തെ വണ്ടിക്ക് 120 പൗണ്ടും മൂന്നാമത്തെ വണ്ടിക്ക് 300 ചില്ലുവാനും പൗണ്ടുമാണ് വരുന്നത്. ഒരു വർഷത്തേക്ക്, ഒരു കൊല്ലത്തേക്ക്. ഓക്കെ. ഈ പോൾസ്മൗത്തിന്റെ ഒരു ക്രൈം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കമ്പാരിറ്റീവ്ലി കുറവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോർട്സ്മൗത്തിൽ അത്രയും ഏഷ്യൻസും എല്ലാവരും കുറവാണ്. മറ്റു ഇപ്പോൾ ബർമിംഗം ആയാലും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ, ലിവർപൂളൊക്കെ നോക്കുന്ന പോലെ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ബ്രിട്ടീഷുകാരെ കാണാൻ പറ്റും. മലയാളികൾ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇന്ന് നമുക്ക് അപ്പോൾ കുറച്ച് ഇംഗ്ലീഷുകാരെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ജാസ്മിൻ്റെ വീടിൻ്റെ ആകുമ്പോൾ, അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ രാത്രി ഇവിടെയാണ് വണ്ടി ഇട്ടത്. പെർമിറ്റ് ഹോൾഡേഴ്സ് ആണ്, പക്ഷെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഫൈൻ കിട്ടുവാണെങ്കിൽ അത് ഞാൻ പറയാം. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ തന്നെ വണ്ടി മാറ്റും കേട്ടോ. നമുക്ക് 8 മണി വരെ സമയമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ജാസ്മിൻ, ഇത് എത്ര ബെഡ്റൂം? അപ്പോൾ ഇത് 4 ബെഡ്റൂം. 4 ബെഡ്റൂം അല്ലേ? കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നത്. നല്ല അടിപൊളി റൂമായിട്ട്. ജാസ്മിൻ ഇപ്പോൾ ഈ വീട് എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. നേരത്തെ വേറെ സ്ഥലത്തായിരുന്നു. അത്യാവശ്യം നല്ല കബോർഡൊക്കെയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മിററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഒരു ലോഞ്ച് റൂമാണ്. എടാ, ഇത് വീടെടുത്തപ്പോൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം ലോഞ്ചെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ വീടെടുത്തപ്പോൾ ലോഞ്ചും കാര്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ മൂവാറ്റുകാർക്കുടെ ഫേവറേറ്റ് ഐറ്റം ഇനി ഞങ്ങൾക്ക് പുട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ഡക്കുണ്ട്. ഫുഡ് ബ്ലോഗ് അല്ല കേട്ടോ, ഇതെല്ലാം ഹൈമയുടെ പ്രിപ്പറേഷനാണ്. ഇനി നമുക്ക് ഹൈമേനെ ഒന്ന് പരിചയപ്പെടാം. ഹൈമ കിച്ചണിൽ ഭയങ്കര പരിപാടിയാണ്. പിന്നെ ഒരു റൂം താഴെ, ബാക്കി 3 റൂം മേളിലാണ്. പിന്നെ ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടിപൊളി ബാക്ക് യാർഡാണ് ഇവർക്കുള്ളത്. സാധാരണ നമ്മൾ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഇത്ര അടിപൊളി ബാക്ക് യാർഡ് കിട്ടാറില്ല. സമ്മറൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ സെറ്റാണ് ഇങ്ങനെ ഒരു ബാക്ക് യാർഡ്. അത്യാവശ്യം നല്ല വലിയ ബാക്ക് യാർഡായിട്ട് ഇത്. നമുക്ക് സമ്മറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ചായയും ഒരു 2 മിച്ചറിക്കും കഴിക്കണമെങ്കിൽ കഴിക്കാം. പിന്നെ സൈക്കിളുണ്ട്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്നാണെന്നറിയോ? ആ ക്യാമറ ഒന്ന് മുകളിലോട്ട് കാണിച്ച്, ആ മുകളിലോട്ടല്ല, പ്ലെയിനല്ല, ആ കൊടി കാണിക്കാൻ. ഇതൊന്നും നമുക്ക് വാറിംഗ്ടണിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എല്ലാ വീട്ടിലും കൊടിയുണ്ട്. അതായത് പ്യുവറായിട്ടുള്ള വെള്ളക്കാരാണ് അപ്പുറം എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി കിച്ചണിലോട്ട് പോവാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളും നമ്മൾ അറിയാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വീട് കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു വാഷ്റൂമുണ്ട്. എത്രയൊക്കെ UK 5 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇവർക്കിടെ ഒരു പോരായ്മയായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാനാണ്, ഇവർക്ക് ബാത്റൂമിൽ ഭയങ്കര പിഷ്കത്തരാണ്. ഒരു ബാത്റൂമാണ് മോസ്റ്റ്ലി അല്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും 2 ബെഡ്റൂം ഉണ്ടെങ്കിലും ഒരു ബാത്റൂം. പിന്നെ ഇതാണ് കിച്ചൺ. ഹൈമ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് കാണിച്ച് കിച്ചണെ പറ്റി. ക്യാമറ എന്ന് കഴിഞ്ഞാൽ ഹൈമാരുടെ 2 കാര്യം ചോദിക്കട്ടെ. ഹൈമ, ഇപ്പം ഈ വീടിനെ പറ്റി നമുക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് റെന്റിന് കിട്ടിയത്, ഏതായിരുന്നു ഇതിന്റെ സൈറ്റ്? ഞങ്ങൾ കുറേ സൈറ്റിൽ കുറേ മാസമായിട്ട്, ഒരു 3 മാസം കണ്ടിന്യൂസ് ഞങ്ങൾ കുറേ സൈറ്റിലൊക്കെ നോക്കി. പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഒറ്റയ്ക്ക് മാറാൻ ആദ്യം ഇരുന്നത്. പിന്നെ ഫാമിലിക്ക് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരുമിച്ച് മാറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മാറിയത്. പിന്നെ ഈ വീട് കിട്ടിയ എങ്ങനെയാ വെച്ചാൽ ജാസ്മിൻ്റെ ഫ്രണ്ട് വഴി കിട്ടിയ വീടാണ്. ഏജൻസി ത്രൂ അല്ല. ഞങ്ങൾക്ക് ഏജൻസി വേണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഏജൻസി ത്രൂ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വഴി അങ്ങനെ സജഷനിൽ വന്നിട്ട് നമ്മളെടുത്ത വീടാ അത്.
അങ്ങനെ ഒരു ഡയറക്റ്റ് ലാൻഡ് ലോഡ് വഴി. അല്ലാതെ ഏജൻസി ത്രൂമ്പോൾ നമ്മൾ ഏജൻസിക്ക് വീണ്ടും എക്സ്ട്രാ പൈസ കൊടുക്കണം, അവർക്കൊരു സർവീസ് ചാർജ് ഉണ്ട്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ എന്താ ഗ്യാരണ്ടറിനെ നോക്കണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഏജൻസിക്ക് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പേപ്പർ വർക്ക്സ് ഉണ്ട്. ഞാൻ ഒരു 3 മാസത്തോളം ഇവിടെ UK ഇവിടെ വീട് മീൻസ് വ്യൂവിങ്ങിന് തന്നെ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങള് മീൻസ് മാറുന്നതിന്റെ ഒരു 2 ആഴ്ച മുന്നേ ഞങ്ങൾക്ക് ഈ വീട് റെഡി ആയി കിട്ടിയത്. ഇതിനപ്പോ നമ്മൾ എത്ര ഡെപ്പോസിറ്റ് കൊടുത്തത്? ഡെപ്പോസിറ്റ് ഞങ്ങള് 1600 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, ജാസിം എല്ലാം ഡീൽ ചെയ്തത്. അപ്പൊ റെന്റിക്ക് ഏകദേശം എത്രയാണ് പോർട്സ്മൗത്തിൽ നോർമൽ റെന്റ്? പോർട്സ്മൗത്തിൽ നോർമൽ ഇപ്പം ഫാമിലി ഒക്കെ ആയിട്ടാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോ ഷെയറിംഗ് ആണ്, ഇപ്പൊ ഇങ്ങനെ ഒരു 3 ബെഡ്റൂം 4 ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് ഒരു കുറഞ്ഞ ഒരു 1600 ആ ഒരു റേഞ്ചിൽ കിട്ടും ഈ ഷെയറിംഗ് ആണെങ്കിൽ. സിംഗിൾസിന് പോവുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ തന്നെ ആ വീട് നോക്കിയിട്ട് ഇവിടെ നല്ല റെന്റ് കൂടുതലാ, 1000 above ആണ് റെന്റ് മാത്രം. പിന്നെ ലൈക്ക് ബിൽസ് സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. പക്ഷെ എന്താ 900 കിട്ടുന്നുണ്ട്, പക്ഷെ 800 900 എന്ന് പറയുമ്പം ഒരു ഫാമിലിക്ക് നമുക്ക് മാത്രം പറ്റും. ഇപ്പൊ ഞങ്ങളും ലൈക്ക് ജാസിം ആണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം പറ്റും. പക്ഷെ നമ്മൾ പോയി കണ്ട വീടുകളൊക്കെ ആ ഒരു റേറ്റിന് വെറും ലൈക്ക് അതിന് വേർത്ത് അല്ല. ഒരു സിംഗിൾ റൂം, മിക്ക റൂംസും കിച്ചൺ ബാത്റൂം എന്താണ് റൂം മാത്രം സെപ്പറേറ്റ് ചെയ്തെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ അല്ല, ഭയങ്കരമായിട്ട് ഇത്രയും പൈസ നമ്മള് കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് കിട്ടാനുണ്ട് കേട്ടോ, കിട്ടാനില്ല എന്നല്ല, പക്ഷെ നമ്മൾ കുറെ ഏജൻസി നടന്നിട്ട് കിട്ടിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഭാഗ്യം നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തൊക്കെയാണ് വന്നത്? ഇത് എന്തെങ്കിലും നിങ്ങൾ മേടിച്ചതാണോ? ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ നേരത്തെ നിന്ന വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് A to Z വാങ്ങിക്കണമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഫുൾ വീട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തില് എന്താ പറയാ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് വന്നിട്ട് കബോർഡ്, ഇതെല്ലാം കബോർഡ്സ് ആണ്. ഇത് കബോർഡാണ്, ഇതും കബോർഡാണ്. ഇത് വന്നിട്ട് ഫ്രിഡ്ജാ, പക്ഷെ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അത്യാവശ്യം ഫ്രിഡ്ജും ഫ്രീസറും ആ വരുന്നത്. അതും കബോർഡ്സ് ആണ് വരുന്നത്. ഇതെല്ലാം കബോർഡാണ്. പിന്നെ ഇതൊക്കെ കബോർഡ്. നമുക്ക് കുറെ കബോർഡ്സ് ഉണ്ട് ലൈക്ക് കിച്ചണിൽ. അത്യാവശ്യം നല്ല വലിയ കിച്ചണാണ്. പഴയ വീടിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേത് കുഞ്ഞു കിച്ചണായിരുന്നു, സ്പേസ് കുറച്ച് കുറവായിരുന്നു. അത് ഏറ്റവും ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മിക്ക വീട് ഞങ്ങൾ വ്യൂ ചെയ്തിട്ടും കിച്ചന്റെ ഉള്ളിലാണ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ഏറ്റവും മെയിൻ UK ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കണ്ടതാ. കിച്ചന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വേണം ബാത്റൂമിലോട്ട്. അത് ഭയങ്കര ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആയിരുന്നു. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് എയർ ഫ്രയർ വരെ ഉണ്ടായിരുന്നു അല്ലേ? എയർ ഫ്രയർ, മൈക്രോവൻ, പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം, പിന്നെ സ്റ്റവ്, പിന്നെ തീയുടെ അടുപ്പ് കിട്ടാൻ ഭയങ്കര പാടാട്ടെ. എല്ലായിടത്തും ചെല്ലുമ്പോൾ മറ്റേ ഇൻഡക്ഷൻ ആണ്, അത് ഭയങ്കര പാടാ. പക്ഷെ ഈ തീയുടെ അടുപ്പ് കിട്ടുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഞങ്ങൾക്കും തീയുടെ അടുപ്പ് കിട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ആയിട്ട് നിന്നപ്പം ഇൻഡക്ഷൻ ആയിരുന്നു. അത് നമുക്ക് പ്രാന്ത് പിടിക്കും, ചൂടായിട്ട് വരാൻ തന്നെ സമയം. ഇത് പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ അതൊരു ബെഡ്റൂം ഉണ്ട്, അതൊരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം. ഇതിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളൂ. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിടക്കണത്. ഈ ഹൈമയുടെ ഒരു മെയിൻ്റെനൻസിന്റെ പവറാണ്. ഓക്കെ. പിന്നെ ഹൈമയ്ക്ക് തുന്നാനുള്ള തുന്നൽ മെഷീൻ വരെ ഉണ്ട് മേളില്. ഹൈമ തുന്നുവോ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് കേട്ടോ ശരിക്കും ഇംഗ്ലീഷുകാർക്കുടെ ഒരു വീടിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും സംഭവം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മറ്റേത് ഡബിൾ റൂം ആണെങ്കിലും സിംഗിൾ ബെഡാണ്. മറ്റേത് ശരിക്കും സിംഗിൾ റൂമാണ്. മൂന്നാമത്തെ കാണുന്ന റൂം സിംഗിൾ റൂമാണ്. പിന്നെ ഉള്ളത് താഴെ ഉള്ളതൊരു റൂം. അങ്ങനെ 4 റൂമുകളുണ്ട്. ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അത്യാവശ്യത്തിന് കൂടുതൽ കബോർഡുകളുണ്ട്. എല്ലാം അറ്റാച്ച്ഡ് ആണ് കബോർഡ്സ്. നമ്മൾ സെപ്പറേറ്റ് വാർഡ്രോബ്സും നമുക്ക് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം പിന്നെ നമുക്ക് കൂടുതൽ ഡ്രസ്സ് അങ്ങനെ വരുവാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അല്ലാണ്ട് എല്ലായിടത്തും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കബോർഡ്സ് ഉണ്ട്. പിന്നെ സിംഗിൾ റൂമിൽ മാത്രം കബോർഡ് ഇല്ല, പക്ഷെ അത് നമുക്ക് ലാൻഡ് ലോഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പോൾസ്മൗത്തിന്റെ ഒരു പ്രകൃതി കാണിച്ചാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു UK എല്ലായിടത്തും ഈ സെയിം തന്നെയാണ്. പിന്നെ ലണ്ടനിലാണ് കുറച്ചുകൂടെ വ്യത്യാസം തോന്നിയേക്കണം. ബാക്കി എല്ലായിടത്തും വീടിന്റെ ഒരു സ്ട്രക്ചർ സെയിം ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഫുഡ് അടിക്കാം.